ആ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ? പറ. CPM-ന്റെ ഏത് നേതാവ് എന്ത് അഴിമതി നടത്തി? ഏതാണ്ട് ഒരുത്തൻ പിന്നെ എന്തോ ലണ്ടനിൽ നിന്ന് അങ്ങോട്ട് വന്ന് ഒരുത്തൻ, അവൻ കുഴപ്പക്കാരനാണ്, ഞങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൽ അവനെ കയറ്റിയില്ല. നിങ്ങൾക്ക് എന്താ വിഷമെന്ന്? ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരുപാട് ആളുകൾ പിന്നെ അതിൽ കുഴപ്പം കാണിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ കൈകാര്യം ചെയ്ത് വിടും. അവൻ ഉടനെ വാർത്ത കൊടുത്തു, ഉടനെ ചോറ് എന്താ ചോരാൻ MA ബേബിക്കുന്നതാണ് പണി. ഇങ്ങനെയുള്ള ഏതെങ്കിലും വായി നോക്കി അയക്കുന്ന കത്തെല്ലാം എടുത്ത് പരിശോധിക്കുക. MA ബേബിയുടെ ജോലി. ഏറ്റവും ഗുരുതരമായ ആരോപണമുള്ളത് പാർട്ടി സെക്രട്ടറിയുടെ മകന് നേരെയാണ്. അദ്ദേഹം ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ആരാ മറുപടി പറഞ്ഞിരിക്കുന്നത്? മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ ആരോപണമുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ആരോപണം. രാജേഷ് കൃഷ്ണയെ അറിയില്ല. ഈ ആരോപണ വിധേയരായ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇയാൾ ചെന്നൈയിൽ കമ്പനി രൂപീകരിച്ചിട്ട് ആ കമ്പനിയിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇയാളൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ആളാണ്, ഒരു അവതാരമാണ്. ശ്രീ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞ. നമസ്കാരം. ഷർഷാദ് രാജേഷ് കൃഷ്ണ കത്ത് വിവാദത്തിൽ CPM പിരിമുറുക്കത്തിൽ. നേതാക്കന്മാരെല്ലാം MV ഗോവിന്ദനെ പിന്തുണച്ച് ഇന്ന് രംഗത്ത് വന്നതിൽ നിന്ന് തന്നെ അത് വ്യക്തം. ഷർഷാദാണ് എല്ലാവരുടെയും കണ്ണിലെ കരട്. രാജേഷ് കൃഷ്ണയെ ആരും തള്ളിപ്പറയുന്നില്ല. അതിനായി ഷർഷാദിന്റെ കുടുംബ വഴക്ക് വരെ എടുത്തിട്ട് വിഴുപ്പലക്കാനും പാർട്ടി ഹാൻഡിലുകളിൽ ആവേശം. ഷർഷാദും രാജേഷും ഏത് തരക്കാരോ ആകട്ടെ, അവരുടെ പിടിവലിയിൽ PBക്ക് എന്ത് കാര്യം എന്ന ചോദ്യം എന്തേ ഉത്തരം കിട്ടാതെ പോകുന്നു. മക്കളെ കൊണ്ട് പൊറുതിമുട്ടിയ നേതാക്കളുടെ പട്ടികയിൽ MV ഗോവിന്ദനും ഇടം പിടിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യവും എന്തേ കണ്ടില്ലെന്ന് നടിക്കുന്നു. പാർട്ടി നിലപാടുകൾ പാർട്ടി ക്ലാസ് എടുക്കുന്ന പോലെ പറയുന്ന MV ഗോവിന്ദനാകട്ടെ മിണ്ടാട്ടമില്ല. ഏത് ജ്യോതിഷിക്കും രക്ഷിക്കാൻ കഴിയാത്തത്ര വിഷമവൃത്തത്തിലോ പാർട്ടി സെക്രട്ടറി. ഇന്ന് പുറത്തു വന്നത് മാനനഷ്ട കേസ് കൊടുക്കുമെന്ന നോട്ടീസ് മാത്രം. അങ്ങനെ ഒരു നോട്ടീസിന്റെ മറവിൽ ഇരിക്കുകയാണോ MV ഗോവിന്ദൻ ചെയ്യേണ്ടത്? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. മൗനി ഗോവിന്ദൻ ബാബയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് രാജു P. നായർ, രാഷ്ട്രീയ നിരീക്ഷകൻ A. സജീവൻ എന്നിവർ തത്സമയം സ്പെഷ്യൽ എഡിഷനിൽ പങ്കുചേരുന്നു. അല്പസമയത്തിനകം CPM നേതാവ് K. അനിൽകുമാറും ഈ ചർച്ചയുടെ ഭാഗമാകും. അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നതും. ശ്രീ രാജു P. നായർ, ഈ വിവാദം ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുമ്പോൾ, മറ്റ് നേതാക്കന്മാർ പേരിനെങ്കിലും MV ഗോവിന്ദനെ പിന്തുണയ്ക്കുമ്പോൾ അതെങ്കിലും ഒരു ഊർജമായി ഉൾക്കൊണ്ടുകൊണ്ട് MV ഗോവിന്ദൻ എന്തേ മറുപടി പറയാത്തത്? ഈ മാനനഷ്ട നോട്ടീസ് എന്തു മറച്ചു വെക്കാനാണ്? അല്ല, വളരെ കൃത്യമായിട്ട് CPM-നെ സംബന്ധിച്ചോളം ഒട്ടേറെ കാര്യങ്ങൾ ഒളിക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് CPM-നെ ബാധിക്കുന്ന വിഷയം മാത്രമല്ല. കാരണം ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ പദ്ധതികളിൽ പോലും ഇടപെടുകയും അതിന് ആ പേരിൽ പുറത്ത് NGO രൂപീകരിച്ച് പണം പിരിക്കുകയും ആ പദ്ധതിയുടെ പേരിൽ പിരിച്ച പണം മുഴുവനായിട്ട് പൈസ ഇവിടെ എത്തിയിട്ടില്ല എന്ന് പോലും പറയുന്നുണ്ട്. അതുമാത്രമല്ല, അവിടെ പിരിച്ച പണം പല രീതിയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടി റിവേഴ്സ് ഹവാല നടത്തി എന്നുള്ളതും ഈ നേതാക്കന്മാരുടെ എല്ലാം അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉൾപ്പെടെയാണ് ഇപ്പോൾ ഉള്ള. പക്ഷേ ഇതൊക്കെ ഷർഷാദ് എന്ന് പറയുന്ന ഒരാൾ അയാൾക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു എന്ന മട്ടിലാണല്ലോ CPM നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ഇപ്പോൾ പ്രതികരിക്കുന്നത്. അതിനോട് എന്താണ് അങ്ങയുടെ മറുപടി, ശ്രീരാജു? വേണു, അതാണ്, അത് ഒളിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നോക്കൂ, ഇപ്പോൾ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾ CPM-ന് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ, ഇന്നും നമ്മളെല്ലാം ചർച്ച ചെയ്ത പോലെ, മസാല ബോണ്ട് മണിയടിക്കാൻ പോകുമ്പോഴെല്ലാം രാജേഷ് കൃഷ്ണ അവിടെ ആയുധമായിരുന്നു, ഇല്ലേ? ഈ രാജേഷ് കൃഷ്ണയും ലണ്ടൻ എയർപോർട്ടിൽ നടന്ന ഒരു സംഭവം, അതിന് CPM ഇവിടെ കൊടുത്ത പിന്തുണയും ഒക്കെ നമുക്കറിയാം. ഇപ്പം രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾ പല രീതിയിൽ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവനായിരുന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷെ ഇപ്പം നോക്കൂ, നിങ്ങൾ ആദ്യം കാണിച്ച ബൈറ്റിൽ സജി ചെറിയാൻ തള്ളി പറയുകയാണ്. സജി ചെറിയാനും ഇപ്പൊ അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയാണ്. രാജു, സജി ചെറിയാൻ മാത്രമാണ് വ്യത്യസ്തമായ മറുപടിയിലൂടെ ശ്രദ്ധേയനായിരിക്കുന്ന CPM താരം. ബാക്കി എല്ലാവരും ഒന്നടങ്കം ഈ ഷർഷാദിന് നേരെയാണ് കയറുന്നത്. രാജേഷ് കൃഷ്ണയെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. നമുക്ക് ഈ രണ്ടുപേരിൽ ആരാണ് പാർട്ടിക്ക് സ്വീകാര്യൻ, ആരെയാണ് ഇപ്പോൾ തള്ളി പറഞ്ഞു തുടങ്ങുന്നത്, അതൊക്കെ വിടാം. അതിലേക്കൊക്കെ നമുക്ക് വഴിയേ വരാം ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ. ചോദ്യം, രാജു, ഇവിടെ സമാനമായ ഒരു ആക്ഷേപം ഇതുപോലെ തന്നെ MV ഗോവിന്ദനെതിരെ ഉയരുകയുണ്ടായി. അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു വിജേഷ് പിള്ള എന്ന അവതാരം വരുന്നു. അയാൾ പോയി ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയെ കാണുന്നു.
സ്വപ്ന ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ ഈ കാര്യങ്ങൾ പുറത്തു പറയുന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിൽ വന്നതാണ്. നല്ല ആർജവത്തോടെയാണ് എം വി ഗോവിന്ദൻ എന്ന മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനുശേഷമാണ് തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നത്, സ്വയം പോയി മൊഴി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്, അല്ലേ? അവിടെ നിന്ന് ഒളിച്ചോടുന്നത് പിന്നെ നാം കണ്ടത് ആരെയാണ്? എം വി ഗോവിന്ദനെയല്ല, വിജേഷ് പിള്ളയും സ്വപ്നയും ഒക്കെയാണ് നാം അന്ന് കണ്ടത്. ആ എം വി ഗോവിന്ദൻ ഇവിടെ പോയി. ഇപ്പോൾ എം വി ഗോവിന്ദൻ ഒരു മാനനഷ്ട കേസ് എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഇറക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അന്ന് രാജുവിന് ഓർമ്മയുണ്ടല്ലോ, അന്ന് 30 കോടി കൊടുക്കാം എം വി ഗോവിന്ദൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നാണ് വിജേഷ് പിള്ള സ്വപ്നയോട് പോയി പറഞ്ഞത്, അല്ലേ? എന്തു പറഞ്ഞുകൊണ്ട്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നിന്ന് സ്വപ്ന പിന്മാറണം, മുഖ്യമന്ത്രിക്കെതിരെയുള്ളത്. ആ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറിയാൽ 30 കോടി നൽകും, അല്ലെങ്കിൽ ജീവന് വരെ അപായ ഭീഷണി ഉണ്ടാകും. ഇതാണ് വിജേഷ് പിള്ള പറഞ്ഞത്. അന്ന് അതിനെപ്പറ്റി പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു എം വി ഗോവിന്ദൻ? 30 കോടിയോ 1 കോടി പോലും ഞാൻ കണ്ടിട്ടില്ല. ആ ആർജവത്തിന്, ആ സത്യസന്ധതയ്ക്ക് തുല്യം ചേർത്തുകയാണെന്ന് കേരളം ചെയ്തത്, മാധ്യമങ്ങളും ചെയ്തത്. അത്തരമൊരു പ്രതികരണം എന്തേ ഉണ്ടാകുന്നില്ല? പ്രത്യേകിച്ച് ശ്യാംജിത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് വരുമ്പോൾ എന്തിനാണ് എം വി ഗോവിന്ദനെ മുട്ടിടിക്കേണ്ടത്? വേണു, ഞാൻ അതിൻ്റെ വിജേഷ് പിള്ളയുടെ കേസിലേക്കുള്ള ഒരു ക്ലെയിം ചിറ്റ് കൊടുക്കാനൊന്നും ഞാൻ തയ്യാറാവുന്നില്ല. പക്ഷെ അത് വേറൊരു വിഷയമാണ്. ഞാനിപ്പോൾ ചോദിക്കുന്ന സംഭവം, ഈ പറയുന്ന കത്തിൽ ഇത്രമാത്രം സ്ഫോടനാത്മകമായ രീതിയിൽ കേരളത്തിലെ നേതൃത്വത്തിലെ പലർക്കുമെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് എന്തുകൊണ്ടാണ് സർക്കാർ ഒരു നടപടിയും എടുക്കാതിരിക്കുന്നത്? ഒരാളും രാഷ്ട്രീയമായ പ്രതികരണം അവിടെ നിൽക്കട്ടെ, അതും അവിടെ നിൽക്കണം. ഈ രാഷ്ട്രീയമായ പ്രതികരണം ഇല്ലായ്മ ഇവർക്കിതിനകത്ത് ഒളിച്ചു വെക്കാനുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, 2022 ഈ പറയുന്ന ഷർഷാദിന് പരാതി കൊടുക്കുന്നത്. 2022 ഈ പരാതി കിട്ടിയ കോടിയേരി ഗോവിന്ദൻ അത് ഗൗരവതരമാണ് എന്ന് മനസ്സിലാക്കിയല്ലോ. അങ്ങനെയാണല്ലോ പോളിറ്റ് ബ്യൂറോയ്ക്ക് ആ പരാതി വിടുന്ന, അല്ലെങ്കിൽ മേളിലേക്ക് എന്തോ കോടിയേരി ബാലകൃഷ്ണൻ അത് അദ്ദേഹം മേളിലേക്ക് അദ്ദേഹം ആ പരാതി അയച്ചല്ലോ. അതിനുശേഷം ആ പരാതി സംസ്ഥാന ഘടകത്തിലേക്ക് അത് വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അയച്ചു എന്നുള്ളതാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ ഈ വിഷയം കൊണ്ടുവന്നിട്ട് പോലുമില്ല. അതെന്തുകൊണ്ട് മേൽഘടകത്തിൽ നിന്ന് അയച്ചു കൊടുത്തൊരു പരാതി അന്വേഷിക്കാൻ പറഞ്ഞ് സംസ്ഥാന ഘടകത്തിന് അയച്ചിട്ട് അത് സംസ്ഥാന ഘടകത്തിൽ അത് കൊണ്ടുവന്നിട്ട് പോലുമില്ല എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ അതിന്റെ വിളിക്കാനുള്ള വലിയ രീതിയിലുള്ള അനധികൃത കച്ചവടത്തിലേക്കാണ് ഇന്ന് ഈ സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത്. ശരി, ഒന്നിലധികം കാര്യങ്ങളൊക്കെ പറയുകയുണ്ടല്ലോ. ഞാൻ ശ്രീ കെ അനിൽകുമാറിലേക്ക് പോകുന്നു. ആദ്യം ശ്രീ അനിൽകുമാർ, ഇവിടെ ഈ വിജേഷ് പിള്ളയുമായി ബന്ധപ്പെട്ട്, സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമ്മുടെ മുന്നിലുള്ളത് ഇവിടെ പറയുകയുണ്ടായി. അന്നും ഇന്നും എം വി ഗോവിന്ദൻ്റെ മാറ്റമുണ്ടായിരിക്കുന്നു. അന്നത്തെ എം വി ഗോവിന്ദനും ഇന്നത്തെ എം വി ഗോവിന്ദനും 2 രൂപത്തിലാണ് ഈ വിഷയത്തോട് സമീപനം പുലർത്തുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം ആക്ഷേപം അദ്ദേഹത്തിനെതിരെയാണ് ഉയരുന്നത്. ആക്ഷേപം അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തെ കളങ്കപ്പെടുത്തുന്നത് എന്ന മട്ടിൽ തന്നെയാണ് ആവർത്തിച്ചത്. പക്ഷേ ആവർത്തിക്കുമ്പോൾ അതിനോട് പ്രതികരിച്ച രീതിയിൽ അന്ന് ആർജവത്തോടെ മുന്നിലേക്ക് വരുന്ന എം വി ഗോവിന്ദനാണ് കാണുന്നതെങ്കിൽ ഇന്ന് എന്തോ അധൈര്യത്തോടെ പിൻവാങ്ങുന്ന എം വി ഗോവിന്ദനാണ് കാണുന്നത്. അതെന്തുകൊണ്ട്? ഒരു ഗാർഹിക പീഡകനും സമൂഹത്തിൽ തുറന്നു കാട്ടപ്പെട്ടിട്ടുള്ള ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടുള്ളൊരു വ്യക്തിയും അയാൾ ഒരു പരാതി പട്ടംകാണ്ട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 6 മാസമോ അല്ല 1 കൊല്ലത്തിനിടയ്ക്കോ മറ്റോ മറുനാടൻ മലയാളി എന്ന് പറയുന്നൊരു മഞ്ഞ ചാനൽ 3 എപ്പിസോഡായിട്ട് കേരളം മുഴുവൻ വിളമ്പി. അതിലൊരെണ്ണം പിൻവലിച്ച് ഓടി. അതിനുശേഷം എം വി ഗോവിന്ദൻ മാഷക്ക് മാപ്പ് അപേക്ഷിച്ചൊരു കത്തയച്ചു. ഈ രാധാകൃഷ്ണയ്ക്ക് എനിക്ക് തെറ്റെല്ലാം പറ്റിപ്പോയി, ഒരു തവണയൊന്ന് വർത്തമാനം പറയാനായിട്ടൊരു അവസരം തരണമെന്ന് പറഞ്ഞ് അയാളെ വിളിച്ച് കരയുകയാണ്. നിങ്ങൾ ഈ അവതരിപ്പിക്കുന്ന അവതാരം. ശ്രീ അനിൽകുമാർ, അങ്ങ് തുടർന്നോളൂ. ഇതെല്ലാം ഈ ഷർഷാദ് ഏത് തരക്കാരൻ എന്നതല്ല നമ്മുടെ വിഷയം. ഷർഷാദ് ഒരു സെക്കൻഡ് സാർ, ഇല്ല, ഞാൻ അങ്ങേ തടസ്സപ്പെടുത്തുകയല്ല. ഷർഷാദ് എം വി ഗോവിന്ദന് മാപ്പപേക്ഷ നൽകും. ഷർഷാദ് നാളെ വേണമെങ്കിൽ MA ബേബിക്ക് മാപ്പപേക്ഷ നൽകും. ഷർഷാദ് ആർക്ക് വേണമെങ്കിലും മാപ്പപേക്ഷ നൽകും. കാരണം ഷർഷാദ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡ് സാർ, അങ്ങ് അക്ഷമ കാണിക്കരുത്. അല്ലല്ല, ഈ ഷർഷാദ് എന്ന് പറയുന്ന ഒരു ഭാഗ്യാന്വേഷിയാണ്. അതുകൊണ്ട് അയാൾ നാളെ എങ്ങനെ പ്രവർത്തിക്കും, അയാൾ ഇന്നെങ്ങനെ പ്രവർത്തിച്ചു, അയാൾ ഇന്നലെ എങ്ങനെ പ്രവർത്തിച്ച് കാണിച്ചു, അതല്ല നമ്മുടെ താരതമ്യം. വേണു കേക്ക്. ഒരു സ്ത്രീ പീഡകൻ, ഗാർഹിക പീഡകൻ, അയാളെ കേട്ടിട്ട് CPMന്റെ സെക്രട്ടറി എന്താ വേണുവിൻ്റെ ഭാഷയിൽ മൗനി ബാബ. പിന്നെന്താണ് നിങ്ങളിവിടെ പറഞ്ഞൊരു വാക്ക്? എന്താ ജ്യോതിഷം? എന്താ ജ്യോതിഷം? പിന്നെന്താണ് ശ്യാംജിത്ത് എന്ന് പേര് കേട്ടാൽ മുട്ടിടിക്കുമോ? പണ്ട് കോടിയേരി ബാലകൃഷ്ണനെ മുട്ടിടിക്കുമായിരുന്നോ ഈ പേര് കേട്ട, മകൻ്റെ പേര് കേട്ടാൽ?
നിങ്ങൾ വേണുവൊക്കെ ഇനി ഏത് കാലത്ത് നന്നാവും എൻ്റെ വേണു? ശ്രീ അനിൽകുമാർ, അങ്ങിപ്പോൾ ഈ തുടർച്ചയായി ഷർഷാദിനെ പറ്റി പറയുന്നു. ഭാര്യയ്ക്ക് അയാളുമായി ബന്ധപ്പെട്ടുള്ള പരാതി. ഒരു സെക്കൻഡ്. ജീവനാംശം കൊടുക്കണമെന്ന് എം വി ജയരാജൻ പറയുന്നു, കണ്ണൂർ ജില്ലാ സെക്രട്ടറി. ഈ രത്തീനയ്ക്ക് ജീവനാംശം കൊടുക്കണം, ആ ഉത്തരവാദിത്തം ആദ്യം നിർവഹിക്കൂ എന്ന് എം വി ജയരാജൻ പറയുന്നു. ഞാൻ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ 80 ലക്ഷം കൊടുത്തത് എന്തിന്? കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ 80 ലക്ഷം കൊടുത്തത് എന്തിന്? അല്ല, ബോംബെയിലെ കോടതിയിൽ പോയി 80 ലക്ഷം കൊടുത്തത് ആർക്ക്, എന്തിന്? വിഡിത്തമാണെങ്കിൽ അങ്ങനെ തിരുത്തിക്കോളൂ. ബിനോയ് കോടിയേരി ബോംബെ കോടതിയിൽ പോയി 80 ലക്ഷം കൊടുത്ത് സെറ്റിൽമെന്റിലേക്ക് പോയത് എന്തിന്? നിങ്ങൾ കേൾക്കൂ, ഒരു കാര്യം ഞാൻ പറയാം. ഒരു ചർച്ചയ്ക്ക് വിളിച്ചാലും മര്യാദ കാണിക്കണം. നമുക്ക് ചോദിച്ചും പറഞ്ഞും പോകാമെന്നേ, അതാണ് അതിലെ മര്യാദ. ചോദിച്ചും പറഞ്ഞും പോകാം, അതാണ് ചർച്ചയിലെ മര്യാദ. കാര്യമില്ല. നിങ്ങളോട് ചോദിക്കാനും പറയാനുള്ള വ്യക്തത, അതിനുള്ള മാന്യത നിങ്ങൾക്കാർക്കും ഇല്ല. നിങ്ങൾക്കില്ല അതിനുള്ള മാന്യത. ചോദിച്ചും പറഞ്ഞു പോകാൻ തുല്യര് തമ്മിൽ വർത്താനം പറയുക. നിങ്ങൾ ഞങ്ങൾക്കെതിരെ നുണ പറയാൻ വേണ്ടി ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ വർഗീയതയൊക്കെ കെട്ടിയെഴുന്നേൽക്കുന്ന ഒരു ചാനൽ ഇടയ്ക്ക് ഇങ്ങനൊരു പരിപാടി വെക്കും. ഞങ്ങളുടെ പാർട്ടിയെ തെറി പറയാൻ കുറെ പേരെ കൊണ്ടിരുത്തും. ശ്രീ അനിൽകുമാർ, നമുക്ക് ബാക്കി പിടിക്കാവുന്നേ. ഈ ശംഷാദ് നടന്ന കാര്യം നാളെ ആരുമായി ഇതല്ല നാം ഇവിടെ നോക്കുന്നത്. എന്റെ ചോദ്യം അല്ല സാർ, അല്ല അങ്ങ് അക്ഷമ കാണിക്കരുത്. അങ്ങ് നല്ലൊരു അതിഥിയാണല്ലോ, അങ്ങ് നന്നായി മറുപടികൾ പറയുന്ന ഒരു അതിഥിയാണല്ലോ. വിജേഷ് പിള്ളയുടെ കാര്യത്തിൽ നാം കണ്ട, സ്വപ്ന സുരേഷിന്റെ കാര്യത്തിൽ നാം കണ്ട ആ എം വി ഗോവിന്ദൻ, അതാണ് ചോദ്യം. ശരി, നിങ്ങൾ ഓൾറെഡി വിളമ്പിക്കഴിഞ്ഞത്, നിങ്ങളിത് ഓൾറെഡി ഇവിടെ വിളമ്പിക്കഴിഞ്ഞു. ഞാൻ പറയാവുന്നേ, എൻ്റെ പാർട്ടിയുടെ മറുപടി ഞാൻ പറയാവുന്നേ. അതിന് നിങ്ങളെന്തിനാണ് വിഷമിക്കണത്? നിങ്ങളിവിടെ കുറേ കാര്യം പറഞ്ഞല്ലോ. മൗനി ബാബയോ, ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ്, ആരെ പേടിച്ച് പോകുമെന്ന് പറഞ്ഞ്, ശാന്തത്തിന് പറഞ്ഞാൽ മുട്ടിടിക്കുമോ? നിങ്ങൾ എന്ത് മാധ്യമപ്രവർത്തനമാണ് നടത്തുന്നത്? ഞാൻ അതുകൊണ്ട് ഒന്നൊന്നായിട്ട് മറുപടി പറയാം. ഒന്നാമത്തെ കാര്യം, CPIM BBക്ക് പരാതി കിട്ടിയിട്ടില്ല. CPM BB പരാതി ചോർന്നിട്ടില്ല. CPM BB പരാതി ചോർന്നിട്ടില്ലെങ്കിൽ MV ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ പരാതി ചോർത്തിയെന്ന് ഇന്നലെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയത് കള്ളം. ഞാൻ ഈ ചർച്ചയെ വേണുവിനെ വെല്ലുവിളിക്കുന്നു. CPM പരാതി കിട്ടിയിട്ടില്ല അഡ്രസ് ചെയ്തൊരു പരാതി കാണിക്കാൻ വേണു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകൻ ഞാൻ വെല്ലുവിളിക്കുന്നു. CPM PBക്ക് പരാതി കിട്ടിയിട്ടില്ല വെല്ലുവിളിക്കുന്നു. CPM PBക്ക് പരാതി കിട്ടിയിട്ടില്ല. ആരെങ്കിലും ഉണ്ടോ? അല്ല, ഒരു സെക്കൻഡ് സാർ. CPM PBക്ക് ഇങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്നാണോ അങ്ങ് പറയുന്നത്? ആദ്യം പിടിക്ക്. അല്ല, അങ്ങനെയാണോ അങ്ങ് പറയുന്നത്? അതാണോ അങ്ങ് പറയുന്നത്? കിട്ടിയിട്ടില്ല. എന്താ ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇന്ന് കോടിയേരി ഇന്ന് MV ഗോവിന്ദന്റെ ഒരു സെക്കൻഡ് സാർ, അല്ല അങ്ങ് വെല്ലുവിളിച്ചിരിക്കുകയല്ലേ? ഒരു സെക്കൻഡ്. MV ഗോവിന്ദൻ കൊടുത്തിരിക്കുന്ന ഈ മാനനഷ്ട നോട്ടീസ് ഉണ്ടല്ലോ, അതിലൊരു വാചകം ഞാൻ പറയാം. ദ പ്രിന്റ്, വിഷ്വൽ ആൻഡ് സോഷ്യൽ മീഡിയ കോട്ടഡ് യു സെയിങ് ദാറ്റ് മൈ ക്ലയൻസ് സൺ വാസ് ഇൻസ്ട്രുമെന്റൽ ഇൻ ദ ലീക്കേജ് ഓഫ് എ കംപ്ലൈന്റ് യു സെൻഡ് ടു ദി പോളിറ്റ് ബ്യൂറോ എ ഫ്യൂ മന്ത്സ് ബാക്ക്. The alleged leakage was to facilitate one Mr. Rajesh Krishna to institute a suit against you in the High Court of Delhi claiming compensation of rupees 10 crores. എന്തായാലും പറയുന്നത് the CPM has a strict, അതുപോട്ടെ, ഈ ഭാഗം പറയുന്നതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? മറുപടി പറയാം. ഒന്നാമത്തെ പോയിന്റ്, CPIM PBക്ക് പരാതി കിട്ടി, CPM BB പരാതി ചോർന്നു എന്നായിരുന്നു മാതൃഭൂമി ബ്രേക്ക് ചെയ്ത വാർത്ത. ഞാനിപ്പോൾ പറയുന്നു, ടു ജനറൽ സെക്രട്ടറി CPIM എന്ന് പറഞ്ഞൊരു പരാതി നിങ്ങൾ കാണിക്കുമോ? കാണിക്കുകയല്ലെന്ന് എൻ്റെ തൻ്റെ ഇടത്തിന് കാരണം എന്നാണെന്നറിയോ? CPM ജനറൽ സെക്രട്ടറി എന്ന പേരിൽ ഒരു പരാതി വന്നിട്ടില്ല എങ്കിൽ, അല്ല ഒരു സെക്കൻഡ്, CPM PB അല്ല ഒരു സെക്കൻഡ്, CPM ജനറൽ സെക്രട്ടറി എന്ന പേരിൽ ഒരു പരാതി കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം തോക്കിക്കാര് വെടിവെക്കാതെ സാർ, നിങ്ങൾ ഈ ചർച്ചയ്ക്ക് ഒരു കാര്യം പറയണം. ഞാൻ വർത്താനം പറയുമ്പോൾ ഇടപെടാനാണെങ്കിൽ ഞാൻ ഇനി ഇരിക്കണില്ല. അല്ല, ശരി, അങ്ങ് പറഞ്ഞോളൂ. ഞാൻ എന്താ പറയാൻ നോക്കും, നിങ്ങൾ മനസ്സിലാക്കണ്ട. എല്ലാ മറുപടിയുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, സീക്വൻസ് കേൾക്കൂ. നിങ്ങൾ ഈ പറയുന്ന പരാതിക്കാരൻ്റെ 2-3 ദിവസം മുഴുവൻ വീഡിയോ ഇന്ന് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിലൊന്ന് കാര്യം പറയാം. എന്താ പറയുന്നത്? അയാളുടെ വാദം എന്താണ്? 2022 കോടിയേരി ബാലകൃഷ്ണൻ മലയാളത്തിൽ ഒരു പരാതി കൊടുത്തു. ആ പരാതിയാണോ ചോർന്നു എന്ന് പറയുന്ന? അല്ല. എന്താണ് ഗോവിന്ദൻ മാഷയുടെ മകനെതിരായ കുറ്റം?
CPM BBക്ക് കിട്ടിയ പരാതി ചോർത്തി കൊടുത്തു രാകേഷ് കൃഷ്ണയ്ക്ക്. ഇതാണോ കുറ്റം? ഈ കുറ്റം നിൽക്കണ CPM BBക്ക് പരാതി വേണ്ടേ? CPM BBക്ക് പരാതി ഇല്ല. ഈ പരാതിക്കാരൻ തന്നെ പറഞ്ഞെന്താണെന്നറിയാമോ? 2022 കോടിയേരി ബാലകൃഷ്ണൻ എന്നോട് നീതി കാണിച്ചു, ഇയാളെ അകറ്റി നിർത്തി, എൻ്റെ പരാതി തീർന്നു. 2024 ആയപ്പോൾ അല്ലെ 25 ആയപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു, ഇയാൾ വീണ്ടും വരുന്നു. അപ്പം ഞാൻ അശോക് ധവള ചാർജുകാരനെ പോയി കണ്ടു. അശോക് ധവള പറഞ്ഞു, എനിക്ക് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് എഴുതാം. ഞാൻ ആ പരാതി ഇംഗ്ലീഷിലാക്കി അശോക് ധവളയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഈ മാന്യൻ എന്താ ചെയ്തത്? ഈ പരാതിയുടെ കോപ്പി ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. വേണു ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഇപ്പോൾ കൊടുത്ത കേസിനകത്തെ 2ാമത്തെ ഡോക്യുമെൻ്റ് ഇൻസ്റ്റയിലെ പരസ്യമാണ്. ഈ പരാതിയുടെ കോപ്പി വേണ്ടവർ എന്നെ ബന്ധപ്പെടുക. നിങ്ങളുടെ പഴയൊരു സുഹൃത്തുണ്ടല്ലോ, 24 ചാനലിലെ നിങ്ങളുടെ ഒരു പഴയ സുഹൃത്ത്, വേണുവിൻ്റെ സുഹൃത്ത് ഹാഷ്മി താജ് ഇബ്രാഹിം, അദ്ദേഹം പറഞ്ഞു ഈ പരാതി എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എന്ന് അന്ന്. അങ്ങനെ പരാതി കിട്ടിയെന്ന് ഹാഷ്മി പറയുന്നത് ഈ പറയുന്ന മാന്യൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ അങ്ങോട്ട് തരാമെന്നേ. ഇപ്പോഴത്തെ കാര്യം അല്ലെന്ന്. ഇതൊക്കെ ശരി. അല്ല, ഒരു വാദത്തിന് ഇതൊക്കെ ശരിയെന്ന് എനിക്ക് അങ്ങയോട് ചോദിച്ചറിയാനുള്ളത് ഇതൊന്നുമല്ല. എനിക്ക് അങ്ങയോട് ചോദിച്ചറിയാനുള്ളത് ഇതൊന്നുമല്ല. അങ്ങ് വെല്ലുവിളിക്കുന്നത് അല്ലല്ല, ഒരു സെക്കൻഡ്, പാർട്ടി ജനറൽ സെക്രട്ടറി അല്ലല്ല പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ? ഒരു സെക്കൻഡ് സുനിൽകുമാർ, അല്ലല്ല ഇങ്ങനെ പോരുത്. പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടില്ല. ധാവളയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ? ഏത് രൂപത്തിലാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോ ഈ രാജേഷ് കൃഷ്ണ ഒരു പരാതി കൊടുത്തിരിക്കുന്നത്? എവിടെ നിന്നാണ്? മാധ്യമങ്ങളിൽ നിന്ന് വന്നതിന്റെ പ്രിന്റ് ഔട്ട് ആണോ, അതോ പാർട്ടിക്ക് അയച്ചിരിക്കുന്ന പരാതി? എന്താണ്? അതെ, അതാണ്. നിങ്ങൾ അല്പം വെളിവുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹൈക്കോടതിയിലെ കേസ് എടുത്ത് വായിക്കുക. ചർച്ചയ്ക്ക് വരുമ്പോൾ മിനിമം ഒരു മര്യാദയെങ്കിലും കാണിക്കണം. ഇതൊക്കെ ശരി. ചോദ്യത്തിന് പാർട്ടിക്കെതിരെ വർത്താനം പറയാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങരുത്. ചോദ്യത്തിന് മറുപടി. കേസിന്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. ശരി, അത് പറയുന്നറിയാമോ? ഈ പരാതിയുടെ കോപ്പി വേണ്ടവർ എന്നെ ബന്ധപ്പെടുക. അല്ല, അതൊക്കെ ഷർഷാദ് പിന്നീട് പറഞ്ഞു വന്നത്. അല്ലല്ല, അതൊന്നുമല്ല. എന്റെ ചോദ്യം നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ഇതാണ് ചോദ്യം. അതൊന്നും അല്ലേ? നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? അതാണ് ചോദ്യം. വേറെന്താ നിങ്ങൾ കേൾക്കണത്? നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? അതാണ് ചോദ്യം. എന്റെ ചോദ്യം കൃത്യമാണ്. നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ജനറൽ സെക്രട്ടറി കിട്ടിയിട്ടുണ്ടോ, PBക്ക് കിട്ടിയിട്ടുണ്ടോ, CCക്ക് കിട്ടിയിട്ടുണ്ടോ, സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ടോ? അതല്ല ചോദ്യം. നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ഉത്തരം, ശ്യാമെന്ന് പറയുന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഏത് പരാതി ചോർത്തിയെന്ന വേണു പറയുന്നത്? എന്റെ ചോദ്യം, നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ഏത് പരാതി ചോർത്തിയെന്ന വേണുവിന്റെ പരാതി? ഷർഷാദിന്റെ പരാതി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ചോദ്യം അതാണ്. ഷർഷാദിന്റെ പരാതി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? പേര് കേട്ടാൽ ഗോവിന്ദൻ മാഷക്ക് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങളിവിടെ പറഞ്ഞില്ല ശ്യാമെന്ന് പേര് കേട്ടാൽ നമുക്ക് ഓരോന്നായിട്ട് വരാമെന്നേ. ആദ്യം എന്നോട് അങ്ങ് പറയേണ്ട മറുപടി പത്രവാർത്ത അല്ല, അങ്ങ് വലിയ വീരസ്യത്തോടെ പറഞ്ഞല്ലോ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ, ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന്. എനിക്ക് അങ്ങയോടുള്ള എല്ലാ വിനയത്തോടെയുമുള്ള ചോദ്യം, പാർട്ടിക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? അത് തന്നെയാണ് ഉത്തരം. 3 കാര്യം പറയാം. ഒന്ന്, കോടിയേരി ബാലകൃഷ്ണൻ പരാതി കിട്ടി. അത് മലയാളത്തിലല്ല, മലയാളത്തിലാണ്. അത് ചോർന്നതായ ആർക്കും പരാതിയില്ല. ചോർന്നോ ഇല്ലയോ എന്നുള്ളതല്ല. അല്ലല്ല, ഒരു സെക്കൻഡ്. ആ പരാതിയിലെ നടപടി എന്ത്? അല്ലല്ല, ഒരു സെക്കൻഡ്. കോടിയേരിക്ക് കിട്ടിയ പരാതിയിലെ നടപടി എന്ത്? അത് ആ പരാതിക്കാരന്റെ പരിഹാരം തീർന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എന്താണ് എനിക്കറിയില്ല. എന്റെ പരാതി പരിഹരിച്ചു പരാതിക്കാരൻ ചാനലിലെല്ലാം പറഞ്ഞു കിടക്കുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ കേട്ടിട്ടില്ലേ? അല്ല, ഒരു സെക്കൻഡ്. കോടിയേരിക്ക് കൊടുത്ത പരാതി പ്രകാരം കോടിയേരി മാന്യമായിട്ട് അത് തീർത്തു. അല്ല, ഒരു സെക്കൻഡ്. കണ്ണൂർ പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. സംഭവിച്ചത് എന്നിട്ട് എന്താണ്? 2 കാര്യങ്ങൾ. അല്ലല്ല, ഒരു സെക്കൻഡ്. 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, ഈ പാർട്ടി പ്രതിനിധിയായി ലണ്ടനിൽ നിന്ന് പറഞ്ഞിറങ്ങി വരുന്നില്ല ശ്രീകുമാർ. 2, ലോക കേരള സഭയിൽ ഇയാൾ കിരീടം കിട്ടാതെ പോകുന്നു. ലോക കേരള സഭയിൽ ഇയാൾ കിരീടം കിട്ടാതെ പോകുന്നു. ഇത് രണ്ടുമാണ് നടപടി. വേണു വേറെ വഴിക്ക് പോരുത്. അന്തസ്സില്ലാതെ വേറെ വഴിക്ക് പോരുത്.
അന്തസ്സില്ലാതെ വേറെ വഴിക്ക് പോരുത്. എനിക്ക് കിട്ടേണ്ട ഉത്തരം എന്താണ്? മീഡിയ വണിൽ നിന്ന് കിട്ടേണ്ട ഉത്തരം എന്താണ്? ശ്യാമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്തു തെറ്റു ചെയ്തു? അതാണ് വേണു പറയേണ്ടത്. അതിലേക്കൊക്കെ വരാൻ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോകാം. ഒരു സെക്കൻഡ് ശ്രീ രാജു പി നായർ ശരി, ശ്രീ രാജു പി നായർ, എനിക്കോ എന്റെ ചോദ്യങ്ങൾ അങ്ങനെ തന്നെയുണ്ട്. ശ്രീ രാജു പി നായർ ഒരു കലഹപ്രിയനായി KL കുമാർ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തോട് അങ്ങനെ പെരുമാറിക്കൊണ്ട് കുഴപ്പമില്ല. അദ്ദേഹം നല്ലൊരു അതിഥിയാണ്. അദ്ദേഹം ഒരു വാക്കിനെ പിടിച്ച് ഒരു സെക്കൻഡ്, എനിക്കൊരു മുട്ടടിക്കലുമില്ല. എന്റെ ചോദ്യങ്ങൾ അങ്ങനെയാണ് നിൽക്കുന്നു. ശ്രീ രാജു പി നായർ ഇവിടെ കോടിയേരിക്ക് ഒരു കത്ത് കിട്ടുന്നു. കോടിയേരി 2 സ്ഥലത്ത് നിന്ന് ഇയാളെ തൂക്കിയെറിയുന്നു. പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. കേരള ലോക്സഭയിൽ ലോക കേരള സഭയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അല്ലേ? പിന്നീട് എങ്ങനെയാണ് ഇയാൾക്ക് വീണ്ടും പാർട്ടി കോൺഗ്രസ് മധുരയിൽ എത്തുമ്പോൾ വരാൻ കഴിയുന്നത്? എങ്ങനെയാണ് എത്താൻ കഴിയുന്നത്? ശ്രീ രാജു പി നായർ, അത് MV ഗോവിന്ദനുമായിട്ടുള്ള ബന്ധം, അത് MA ബേബിയുമായിട്ടുള്ള ബന്ധം, അല്ലാതെ എങ്ങനെയാണ് ഇയാൾക്ക് വരാൻ കഴിയുക? ശ്രീ രാജു പി നായർ, നിങ്ങൾ PCR-നോട് പറയുകയാണ് മീഡിയ വൺ കാണിക്കുന്ന മര്യാദ കട. ബഹളം വെക്കുന്നുണ്ട്. ഞാൻ എന്തായാലും പറഞ്ഞു തുടങ്ങിയാണ്. കാരണം ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ വിഷയം ആദ്യമായിട്ട് ചർച്ചയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്നലെ പോലുള്ള ചർച്ചകളൊന്നും നോക്കിയായിരുന്നു. എല്ലാത്തിലും CPM-ന്റെ രീതി ഒന്ന് തന്നെയാണ്. ചർച്ചയിൽ ബഹളം ഉണ്ടാക്കുക, ചർച്ചകൾക്ക് മറുപടി പറയാതിരിക്കുക, മാധ്യമങ്ങളെ ധാർമ്മികത പഠിപ്പിക്കുക, മാധ്യമങ്ങളുടെ മാന്യത ചോദ്യം ചെയ്യുക, അന്വേഷിക്കുക. അനിൽകുമാർ പറഞ്ഞപ്പോ വേണു, എനിക്ക് അനിൽകുമാർ പറയുന്നതുകൊണ്ട് തന്നെ എനിക്കൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. വേണു ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ശബ്ദം ഒന്ന് കുറയ്ക്കാം. അപ്പൊ എന്താ വേണു, ഒരു 4 പ്രാവശ്യം ഗാർഹിക പീഡനത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഗാർഹിക പീഡനത്തിൽ ഭാര്യ ആരോപണം ഉന്നയിച്ച ഒരാള് ഇന്ന് ഈ മന്ത്രിസഭയിൽ ഏറ്റവും വലിയ ശക്തനായിട്ട് ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ ആരോപണം ഉന്നയിക്കുന്നവരുടെ ഗാർഹിക പീഡനം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളെ കൗണ്ടർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മന്ത്രിസഭയിൽ ചോദ്യം ഉന്നയിക്കേണ്ടി വരും എന്നുള്ള ഞാൻ അനിൽകുമാറിനെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്താ, കോടിയേരി ബാലകൃഷ്ണന് ലഭിച്ച പരാതി, ആ പരാതി പോളിറ്റ് ബ്യൂറോയ്ക്ക് അല്ലെങ്കിൽ മേൽഘടകത്തിന് അയച്ചു കൊടുത്തിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, കണ്ണൂർ സമ്മേളനത്തിന് മുമ്പ് ഈ ഷർഷാദിന്റെ പരാതി രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾ ഒരു എന്താ പറയാ ഒരു എന്ന് മനസ്സിലാക്കിയതല്ലേ കണ്ണൂർ സമ്മേളനത്തിൽ മാറ്റി. അനിൽകുമാർ ശബ്ദം കേൾക്കുന്നില്ല എന്ന പ്രശ്നത്തിൽ അങ്ങ് ഇറങ്ങി പോകുന്നു വേണ്ട, അത് നമുക്ക് സാങ്കേതികമായി ഒന്ന് പരിഹരിക്കാം. ഒരു സാവകാശം തരൂ. ശ്രീ രാജു അങ്ങ് തുടർന്നോളൂ. നോക്കൂ, അപ്പോൾ കണ്ണൂർ സമ്മേളനത്തിന് മുമ്പാണ് 2022 കോടിയേരി ബാലകൃഷ്ണന് പരാതി ലഭിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ രാജേഷ് കൃഷ്ണയെ കണ്ണൂർ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കുകയും അതിനുശേഷം ഈ ലണ്ടൻ ഘടകത്തിൻ്റെ സെക്രട്ടറിയായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും മറ്റൊരാൾ ലണ്ടൻ ഘടകത്തിൻ്റെ സെക്രട്ടറി ആവുകയും ചെയ്തു. എന്നിട്ട് അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഈ പരാതിയിൽ ഗൗരവമുണ്ട് എന്ന് കണ്ടുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ട രാജേഷ് കൃഷ്ണ എങ്ങനെയാണ് മധുര സമ്മേളനത്തിൽ ലണ്ടൻ ഘടകത്തിൻ്റെ സെക്രട്ടറിയോട് കൂടി രണ്ടാമത് വരുന്നത്? അതിനുശേഷമാണല്ലോ വീണ്ടും പരാതി ഉണ്ടായി മധുര സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അപ്പം ഈ പരാതിയിൽ ഗൗരവമുണ്ടെന്ന് പാർട്ടി ഒരു ഘട്ടത്തിൽ കണ്ട് മാറ്റി നിർത്ത രാജേഷ് കൃഷ്ണ ആ കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിനു ശേഷം മധുരയിൽ സമ്മേളനം നടക്കുമ്പോൾ രണ്ടാമത് വന്നത് തന്നെ ഈ CPM-നെ സംബന്ധിച്ചോളം രാജേഷ് കൃഷ്ണ അത്രമാത്രം പ്രിയപ്പെട്ടവനാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? അതല്ലെങ്കിൽ പിന്നെ ഒരു ഘട്ടത്തിൽ പാർട്ടി മാറ്റി നിർത്തിയാൽ ഒരു അന്വേഷണം നടത്തുക, അയാളെ കുറിച്ച് വിധി പ്രയോഗിക്കാതെ പിന്നെ സമ്മേളനത്തിലേക്ക് വിളിച്ചു വരുത്തില്ലല്ലോ. അപ്പോൾ പാർട്ടി കേരളത്തിലെ ഘടകത്തിന് രാജേഷ് കൃഷ്ണനെ സംബന്ധിച്ച കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്താ, ഇവിടെ ഈ ഒരു നേതാക്കന്മാരും ഈ പണം ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് മറുപടി പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്താ? ആരോപണം ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക്, CPM-ന്റെ നേതാക്കന്മാർക്ക് ഈ രാജേഷ് കൃഷ്ണ വഴിക്ക് റിവേഴ്സ് ഹവാല വഴിക്ക് പണം കൊടുത്തു എന്നുള്ളതാണ്. ആ പണം കിട്ടിയിട്ടില്ല എന്നുള്ളത് അയാളും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ മത്സ്യത്തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്നേഹതീരം, അതായത് ശുദ്ധതീരം എന്നുള്ള പരിപാടിക്ക് 50 ലക്ഷം രൂപ ഇവർ ഓഫർ ചെയ്തിരുന്നുള്ളതും 5 ലക്ഷം രൂപ പിന്നീട് കൊടുക്കുകയും ചെയ്തിരുന്നു മേഴ്സിക്കുട്ടിയമ്മ സമ്മതിച്ചിട്ടുണ്ട്.
അപ്പോൾ ഒരു സർക്കാരിന് ഒരു NGO ഒരു പദ്ധതിക്ക് 50 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം 5 ലക്ഷം രൂപ മാത്രം കിട്ടി, അതിനുശേഷം ബാക്കി അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒന്ന് നോക്കൂ, എത്രമാത്രം വിചിത്രമാണ്. സർക്കാരിൻ്റെ ഒരു പരിപാടിക്ക് ഒരു NGOയുമായിട്ടും കരാർ ഒപ്പിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അതിൽ നിന്ന് ഇത്രയും പണം ലഭിക്കാമെന്ന് പറഞ്ഞിട്ട് അതിലൊരു ചെറിയ തുക മാത്രം കിട്ടിയതിനു ശേഷം ബാക്കി തുകയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ വലിയ രീതിയിൽ ക്രമക്കേടുണ്ടെന്നുള്ളതിന്റെ തെളിവല്ലേ? ശരി, ഇവിടെ ശ്രീ രാജേഷ് ശരി അല്ല ഇവിടെ ഏറ്റവും ഇവിടെ ഒരു മറുവാദം എന്ന നിലയിൽ അനിൽകുമാർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ശ്യാംജിത്തിന്റെ കാര്യം പറയുമ്പോൾ MV ഗോവിന്ദനെ മുട്ടടിച്ചു എന്ന് പറയുമ്പോൾ വേണുവിന് മുട്ടടിച്ചു എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഷർഷാദ് അങ്ങ് തുടരൂ ശ്രീ അനിൽകുമാർ, അങ്ങേലേക്ക് വരികയാണ്, അങ്ങേലേക്ക് വരാം. ശ്രീ ഷർഷാദ് പറയുകയാണ് 2016 മുതലുള്ള വാട്സാപ്പ് ചാറ്റുകൾ ഈ ശ്യാംജിത്തുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ട് എന്ന്. അല്ലെ, ഈ ശ്യാംജിത്തും MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ഏതൊക്കെ തരത്തിൽ അയാളെ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. ഈ രാജേഷ് കൃഷ്ണയും അതൊന്നും നിഷേധിച്ച് കാണുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശ്യാംജിത്ത് എന്ന് പറയുന്ന ആളുടെ പേർ വരുമ്പോൾ MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നു. അത് ഉന്നയിക്കപ്പെടേണ്ട ചോദ്യമല്ലേ? ഞങ്ങൾക്കെതിരെ കളവ് പറയുകയാണ്, നുണ പറയുകയാണ് വേണു. അനിൽകുമാർ, ഇത് മോശമാണ് കേട്ടല്ലോ, ഇത് മോശമാണ്. തുടർച്ചയായി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അങ്ങേക്ക് ഊഴം വരും. ഇത് ശരിയല്ല, ഇത് ശരിയല്ല. ചോദിച്ചതിനൊന്നും മറുപടിയുമില്ല എന്നിട്ട് ബഹളം വെച്ചോണ്ടിരിക്കുക. അങ്ങ് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചർച്ച. ശരി, എന്നാ എന്തെങ്കിലും ഒന്ന് പറയൂ. ശരി, എന്താ ഒന്ന് പറയൂ, പറഞ്ഞിട്ട് മറ്റാളുകളിലേക്ക് പറയൂ. ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ചർച്ച മുന്നോട്ട് പോകും. വേണുവിന് തന്റെ ഇടം ഉണ്ടോ? ഒറ്റ ചോദ്യം, എന്താണത്? ഗോവിന്ദൻ മാസ്റ്ററുടെ മകനെ കുറിച്ചുള്ള നിങ്ങളുടെ ആക്ഷേപം എന്താണ്? ചോദ്യം. ശ്യാംജിത്ത് എന്ന് പറയുന്നയാൾ 2016 മുതൽ അയാൾക്ക് വാട്സാപ്പ് ബന്ധമുണ്ട്, അതെല്ലാം ഞാൻ ഇപ്പൊ പുറത്തുവിടും എന്നൊരാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഈ ഷർഷാദ്? അല്ലെ, പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അത് ചോദിക്കേണ്ട ഒരു ചോദ്യമായിട്ട്. ഈ വിജേഷ് പിള്ളയുടെ കാര്യം പറഞ്ഞപ്പോ MV ഗോവിന്ദൻ ആർജവത്തോടെ വന്നു പറഞ്ഞില്ലേ? ഇതേ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ അസംബന്ധം എന്ന് പറഞ്ഞു ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഒരു മാനനഷ്ട കേസ് രഹസ്യമായി ഇങ്ങനെ പുറത്തേക്ക് വിടുന്നത്? വേണുവിന്റെ വിഷമാതാണോ? വേണു ഇതൊക്കെ ചോദിക്കുമ്പോൾ മറുപടി പറയണം. ഓ, അപ്പൊ വേണുവിന്റെ വിഷമാതാണോ? ഈ വേണു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷമാതാണല്ലേ? ആരുടെ കയ്യിലോ വാട്സപ്പ് ഉണ്ട്, അത്രേ ആരുടെ കയ്യിലോ വാട്സപ്പ് ഉണ്ട്. എന്നാ പിന്നെ അങ്ങ് ഉടക്കി കേട്ടോ. അല്ലല്ല, ഉടയ്ക്കുകയോ ഇല്ലയോ എന്നതല്ല, ഒരാൾ വന്നിരുന്നത് പറയുകയാണ്. അയാളുടെ ക്രെഡൻഷ്യൽസ് എന്താണ് എന്നതല്ല നോക്കേണ്ടത്. മാത്രമല്ല, അയാൾ പറയുന്ന ഒറ്റപ്പെട്ടൊരു കാര്യവുമല്ല, അത് കണ്ണികൾ ചേർത്ത് തന്നെയാണ് അയാൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മറുപടി പറയേണ്ടതുണ്ട്. ഒന്നാമത്തെ മറുപടി പിടിച്ചോ. കോടിയേരി ബാലകൃഷ്ണന്റെ കയ്യിൽ കൊടുത്ത പരിപാടി മലയാളത്തിലാണ് പരാതി. അതിന് തീരുമാനമായി എനിക്ക് പരാതി പരിഹരിച്ച് കിട്ടിയെന്ന് അദ്ദേഹം തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2, അശോക് ധവളയ്ക്ക് കൊടുത്തത് വ്യക്തിപരമായി പൊളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലാണ്. അതിൻ്റെ കോപ്പി 6 മാസം മുമ്പ് കിട്ടിയെന്ന് 24 ചാനലടക്കം വെളിപ്പെടുത്തി. ഇദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടു. അതുകൊണ്ട് പിന്നെ ഏത് പരാതി ചോർത്തി എന്നാണ് ശ്യാമിന്റെ പേരുള്ള കുറ്റം? അതുകൊണ്ട് ഏത് പരാതി ചോർത്തി എന്നാ ശ്യാമിന്റെ പേരുള്ള കുറ്റം? അല്ല, ഇതിനകത്ത് ഒരു സെക്കൻഡ് ആരാർക്ക് കൊടുത്ത പരാതി ചോർന്നില്ല എന്ന് അങ്ങ് സ്ഥാപിക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്നറിയാമോ? ഷർഷാദ് ഇങ്ങനെ പറഞ്ഞു, ഷർഷാദിന്റെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നു, ഇത് പറഞ്ഞുകൊണ്ടാണല്ലോ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷർഷാദ് എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ ശ്രീ അനിൽകുമാർ. അല്ലല്ല, ഷർഷാദ് പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുന്നു. അതിൽ ശരിയുണ്ടാകാം, തെറ്റുണ്ടാകാം. ചോദ്യം ഇതാണ്, MV ഗോവിന്ദൻ വന്നിങ്ങനെ പറഞ്ഞാൽ മതി. ഈ ശ്യാംജിത്തും രാജേഷ് കൃഷ്ണയുമായി ഒരു ബന്ധവുമില്ല. ഞാൻ അങ്ങനെ അത് അയാളോട് പോയി ചോദിക്കണു. അതെങ്ങനെയാണ്? അത് അയാളോട് പോയി ചോദിക്കൂ. അയാളെ വെളിപ്പെടുത്തി അയാളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ചോദിക്കൂ. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ എന്തെങ്കിലും കിട്ടിയെന്ന് അയാൾ പറഞ്ഞാൽ ഉടനെ ഞാനതിനെല്ലാം ഇവിടെ ഇതാണ് അറിയേണ്ടത്. അല്ലല്ല, ഒരു മിനിറ്റ്. ഇവിടെ ഇതാണ് അറിയേണ്ടത്. ശ്യാംജിത്തുമായി ബന്ധപ്പെട്ട് ഈ മാനനഷ്ട കേസിൽ പറയുന്നുണ്ടല്ലോ, എന്റെ മകനുമായി ബന്ധപ്പെട്ട്
എൻ്റെ മകനുമായി ബന്ധപ്പെട്ട് ഇത് ഞാൻ ചോർത്തി എന്നത് പാർട്ടിക്ക് വലിയ അവഹേളനമുണ്ടാക്കുന്നു, എൻ്റെ പൊതുജീവിതത്തിൽ വലിയ അവഹേളനമുണ്ടാക്കുന്നു എന്ന് എം.വി. ഗോവിന്ദൻ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. അത് നേരിൽ വന്ന് ശക്തമായി അങ്ങ് പറയണം എം.വി. ഗോവിന്ദൻ. അതാണ് ആവശ്യം. അത് പറയാതിരിക്കുമ്പോൾ തുടർച്ചയായി ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും നിങ്ങൾക്ക് മുട്ടടിക്കുന്നുണ്ടോ എന്ന്. ഇപ്പോ സുരേഷ് ഗോപി മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, സുരേഷ് ഗോപി മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ അല്ലേ? അതുപോലെ തന്നെയാണ് എം.വി. ഗോവിന്ദൻ മിണ്ടാതിരിക്കുമ്പോൾ പറയേണ്ടത്. മറുപടി അതിന് മറുപടി കൃത്യമായിട്ടുണ്ട്. ഒറ്റ മറുപടിയേ ഉള്ളൂ പറയാൻ. ഒന്ന്, ഈ പരാതിയുടെ പകർപ്പ് 6 മാസം മുമ്പ് എല്ലാ നവമാധ്യമങ്ങളിലും പറന്നു കിടന്നതാണ്. ആ പറത്തിക്കൊണ്ടുപോയി നാട് മുഴുവൻ പ്രചരിപ്പിച്ചു എന്നാണ് ഹൈക്കോടതിയിലെ കേസ്. ഇത് എം.വി. ഗോവിന്ദൻ പറഞ്ഞുകൂടെ? ഇത് എം.വി. ഗോവിന്ദൻ വന്ന് പറഞ്ഞുകൂടെ? ഈ കാര്യങ്ങളൊക്കെ എം.വി. ഗോവിന്ദൻ വന്ന് പറഞ്ഞുകൂടെ? ഇല്ലാത്തതുകൊണ്ടാണ് ഡിഫാമേഷൻ കേസ് കൊടുക്കുന്നത്. ഇതെല്ലാം എം.വി. ഗോവിന്ദൻ വന്ന് പറഞ്ഞുകൂടെ? ശ്രീ കെ അനിൽകുമാർ, ശ്രീ കെ അനിൽകുമാർ, എം.വി. ഗോവിന്ദൻ ഇത് വന്ന് പറഞ്ഞുകൂടെ? എം.വി. ഗോവിന്ദൻ ഇത് വന്ന് പറഞ്ഞുകൂടെ? സൗകര്യപ്പെടുകയല്ല. ശരി ശരി ശരി. അപ്പൊ ഇനി ഈ ചർച്ച അലസപ്പെടുത്തരുത്. ഇനി ഈ ചർച്ചയെ അലസപ്പെടുത്തരുത്. ഇനി ഈ ചർച്ചയെ അങ്ങ് പറഞ്ഞു ഇനി അങ്ങ് ഈ ചർച്ചയോട് സഹകരിക്കണം. കാലൊടിഞ്ഞു കിടന്നാൽ കാണാൻ പോയാൽ ഉടനെ അത് ഇൻട്രോയിൽ തള്ളിക്കയറ്റുന്ന നിങ്ങളെ ശ്രീ അനിൽകുമാർ അല്ല, മിണ്ടാൻ സൗകര്യമില്ല എന്നൊരാൾ പറഞ്ഞാൽ പിന്നെ മിണ്ടാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിർത്തൂ. മിണ്ടാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിർത്തൂ, ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. അനിൽകുമാറിന്റെ ശബ്ദം കുറയ്ക്കുക. അദ്ദേഹം ഈ ചർച്ചയെ മോശമാക്കുകയാണ്. ശ്രീ രാജു പി നായർ ഇവിടെ തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ മുട്ടിടിക്കുന്നോ എന്ന്. എന്നിട്ട് ഇപ്പോൾ അവസാനം പറഞ്ഞ മറുപടി എന്താണ്? മറുപടി പറയാൻ സൗകര്യമില്ല എന്ന്. ഇതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് എം.വി. ഗോവിന്ദനോട്. ഇതേ കാര്യങ്ങൾ അനിൽകുമാർ അല്ല പറയേണ്ടത്, എം.വി. ഗോവിന്ദൻ പറയണം. കാരണം എം.വി. ഗോവിന്ദനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളുണ്ട്. അതിനുൾപ്പെടെ എം.വി. ഗോവിന്ദൻ മറുപടി പറയണം. സുരേഷ് ഗോപി മറുപടി പറയണം, അല്ലെങ്കിൽ എം.വി. ഗോവിന്ദൻ മറുപടി പറയണം. ഒരാൾ വാനരനെന്ന് പറയുന്നു, ഒരാൾ അസംബന്ധമെന്ന് പറയുന്നു. രണ്ടുപേർക്കും മറുപടിയില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ശ്രീ രാജു പി നായർ. വേണു, എനിക്ക് CPM-ന്റെ വക്താക്കളോട് പറയാനുള്ള ഒറ്റ കാര്യം, ഈ രാജ്യം മുഴുവൻ ഈ മറുപടിയില്ലാത്ത ഒരു ആളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രസമ്മേളനത്തിൽ കണ്ടിട്ട് അപഹാസ്യനായി ഇരിക്കുന്ന ഒരാളെ കാണാണ്. അദ്ദേഹം മാന്യനാണെന്ന് തോന്നത്തക്ക രീതിയിൽ CPM-ന്റെ വക്താക്കൾ പെരുമാറരുത്. നിങ്ങൾക്ക് മറുപടിയില്ലെങ്കിൽ ചർച്ചാലമ്പാക്കുകയും ഈ വെറുതെ ചാനലിനെ ഞാൻ പെട്ടെന്ന് BJP നേതാവാണോ അനിൽകുമാർ ചിന്തിച്ചു. അപ്പോൾ തന്നെ മീഡിയ വന്നെ വർഗീയ ചാനലൊക്കെ ആക്കി തുടങ്ങി. മറ്റൊരു ചാനലിൻ്റെ വക്താവിനെയൊക്കെ അല്ലെങ്കിൽ ആങ്കറെയൊക്കെ ഇവിടെ കോട്ട് ചെയ്ത് അതിന് മറുപടി ചോദിക്കുന്നതൊക്കെ കഷ്ടമാണ്. ഇവിടെ പ്രശ്നം ഇതാണ്. നോക്കൂ, ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ ഗൗരവതരമായിട്ട് കണ്ട പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചോളം വലിയ രീതിയിൽ അല്ല അനിൽകുമാർ പ്ലീസ് ദയവ് ഇതൊന്നും ശരിയല്ല. അനിൽകുമാർ ഇത് ശരിയല്ല. നിങ്ങൾ ഇത്തരത്തിലുള്ള കാണിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഈ നിങ്ങൾ PCR കട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ആ വോയിസ് കട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ വരും. ഇവിടെ എന്താ പ്രശ്നം? ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഗൗരവതരമായിട്ടുള്ളതാണ്. ആ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളിൽ ഭാഗികമായിട്ട് സംസ്ഥാനത്തിന്റെ മുൻ മന്ത്രി ഉൾപ്പെടെ ശരിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ അല്പനേരം മുമ്പ് ഈ പരാതിയിൽ ഉന്നയിക്കപ്പെട്ട രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളെ ഒരു മന്ത്രി തള്ളി പറയുന്നു. അപ്പൊ ഇതിനകത്ത് ഇവർക്ക് മറയ്ക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അതാരാ? ഞാൻ ചോദിക്കട്ടെ വേണു, എന്തിന്റെ പേരിലാ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഇവിടെ ഒരു വിജിലൻസ് കേസെടുത്തത്? പുനർജനിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ സരിതയ്ക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ്? സരിതയെ വിളിച്ചു വരുത്തി ഒരു കടലാസിൽ പരാതി വാങ്ങി ഉമ്മൻചാണ്ടിക്കെതിരെ അടക്കം CBI അന്വേഷണത്തിന് ഉത്തരവിട്ട ഒരു സർക്കാരായിരുന്നല്ലോ പിണറായിയുടേത്. അപ്പൊ സരിതയുടെ ക്രെഡിബിലിറ്റി എന്തായിരുന്നു, ക്രെഡൻഷ്യൽസ് എന്തായിരുന്നു എന്ന ചോദ്യം ഇന്ന് VD സതീശൻ ചോദിക്കുകയാണ്. അല്ലെ, ഞാൻ ആ ക്രെഡിബിലിറ്റി അദ്ദേഹം ചോദിച്ചു. ഞാൻ ചോദിക്കുന്നത് VD സതീശനെതിരെ ബൽബിങ്ങാവിൽ പോയി അവിടെ നിന്ന് സഹായം മേടിച്ച് നേരെ ആ ഗുണഭോക്താക്കൾക്ക് നൽകി എന്നുള്ളതിനകത്ത് ഈ സർക്കാർ അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതാണ്. അവസാനം വിജിലൻസ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. നോക്കൂ, അപ്പം VD സതീശനെതിരെ യാതൊരു വിധത്തിലുള്ള രേഖയുമില്ലാത്ത ഒരു ആരോപണത്തിന്റെ പേരിൽ വിജിലൻസ് കേസ് എടുത്തതാണ്. ഇവിടെ നോക്കൂ, ഇത്രമാത്രം സർക്കാരിന്റെ പദ്ധതികളിൽ പോലും കമ്മീഷൻ അടിച്ചു എന്നും അത് ദുരുപയോഗം ചെയ്തു എന്നും പരാതി കിട്ടിയിട്ട് ഈ സർക്കാരിന് ഒന്നും അന്വേഷിക്കേണ്ട എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം?
ഈ ഫിഷറീസ് മന്ത്രി പറയുകയാണല്ലോ അതിനകത്ത് 5 ലക്ഷം രൂപ തന്നു, ബാക്കി പൈസ ചോദിച്ചില്ല. അപ്പോൾ സർക്കാരിന്റെ പദ്ധതി ഉപയോഗിച്ച് പോലും തട്ടിപ്പ് നടത്തി ഈ രാജേഷ് കൃഷ്ണ. അദ്ദേഹത്തിന് കൊടുക്കുന്ന ശിക്ഷ എന്താ? മണിയടിക്കാൻ പോകുമ്പോൾ കൂടെ നിൽക്കുക, ഇല്ലേ? മണിയടിക്കാൻ പോകുമ്പോൾ ഇദ്ദേഹത്തെ കൂടെ നിർത്തുകയാണല്ലോ പിണറായി വിജയൻ. അപ്പോൾ ഈ തട്ടിപ്പുകാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എത്രമാത്രം വേണ്ടപ്പെട്ടവനാണെന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ ഇത് അറിയാതല്ലോ കോടിയേരി ബാലകൃഷ്ണൻ ഒരു പരാതിയിൽ ഗൗരവമാണ് എന്ന് കണ്ടുകൊണ്ട് മേൽഘടകത്തിന് അയക്കുകയും മേൽഘടകം ചർച്ച ചെയ്യാൻ വേണ്ടി സംസ്ഥാന സമിതിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ചർച്ച ചെയ്യില്ലെന്ന് മാത്രമല്ല, അതിനകത്ത് ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? സാമ്പത്തിക താല്പര്യമല്ലാതെ എന്താണ്? പുറത്തു തോന്നല്ലോ വേണു. ഈ ഷർഷാദും ഈ പാർട്ടിയുടെ അംഗമായിരുന്നല്ലോ, ഈ പാർട്ടിയുടെ ഏറ്റവും സുപ്രധാന ചുമതലകൾ വഹിച്ചിരുന്ന ഒരാളല്ലേ ഷർഷാദ്. അപ്പൊ ഷർഷാദ് എന്ന് പറയുന്ന പാർട്ടിക്കാരനെ എന്തിനു വേണ്ടിയാ തള്ളി പറയുന്നത്? ആ രാജേഷ് കൃഷ്ണ ഇത്രമാത്രം ഷെയ്ഡി ക്യാരക്ടർ. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് സാമ്പത്തിക താല്പര്യവും ഈ നേതാക്കന്മാരുടെ അഴിമതിയും ഉൾപ്പെടെയുള്ള തട്ടിപ്പുമായിരുന്നു ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട. ഇവരുടെ നിശബ്ദത കൊണ്ടും രാജു, ഞാൻ സജീവൻ സാറിലേക്ക് പോകട്ടെ, എനിക്കൊരു ഇടവേളയിലേക്ക് കൂടെ പോകണം. എന്നിട്ട് അനിൽകുമാർ ശാന്തനായെന്ന് തോന്നുന്നു അങ്ങ്. എന്നിട്ട് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും വേണം. ശ്രീ അനിൽകുമാർ, ഞാൻ അങ്ങയിലേക്ക് വരികയും ചെയ്യാം. ശ്രീ എ സജീവൻ, ഇവിടെ ഈ ശ്യാംജിത്തുമായി ബന്ധപ്പെട്ട അടക്കമാണ് ആക്ഷേപം വന്നിരിക്കുന്നത്. മക്കളുമായി ബന്ധപ്പെട്ടുയരുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാനുള്ള മാതൃക കൂടി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ കാണിച്ചിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ കോടിയേരി നടപടിയെടുത്തു എന്ന് ഇവിടെ അവകാശപ്പെടുന്നവർ കോടിയേരി മറ്റെന്തൊക്കെ കൂടെ ചെയ്തിട്ടുണ്ട്, മറ്റെന്തൊക്കെ വിമർശനം നേരിട്ടപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നതിൽ കൂടി മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം അനൗചിത്യമുള്ളതാണോ? പിന്നെ കൂടാതെ ഇതിപ്പോൾ മുൻ മന്ത്രിമാർ, ഇപ്പോഴത്തെ മന്ത്രിമാരൊക്കെ അവരെയൊക്കെ ബാധിക്കുന്ന ഒരാരോപണമായി വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ മകൻ്റെ കാര്യം എന്നത് വെച്ചുകൊണ്ട് ഒരു ചോർച്ച കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാനനഷ്ട നോട്ടീസ് കൊടുക്കുന്നതിനപ്പുറം അതിൻ്റെ തലം വലുതാവുകയാണ്. പാർട്ടി നേതാക്കളാണവർ, പാർട്ടി ഭരിക്കുന്ന കാലമാണ്, സർക്കാരിലെ മന്ത്രിമാരാണ്, അവരുടെയൊക്കെ സുതാര്യത ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഭാഗമായി ഇത് വിശദമായി പ്രതികരിക്കുകയല്ലേ എം വി ഗോവിന്ദൻ വേണ്ടത്? അതാണ് ചോദ്യം. അതിൽ ശ്യാംജിത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി ചോദ്യമായി വന്നില്ലെങ്കിൽ പോലും അതടക്കം പറയേണ്ട ഉത്തരവാദിത്തം എം വി ഗോവിന്ദൻ ഉണ്ടോ ഇല്ലയോ? തീർച്ചയായും ഉണ്ട്. കാരണം എം വി ഗോവിന്ദൻ എന്ന് പറയുന്നത് വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്നയാളാണ്. മാത്രമല്ല ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത് ഷർഷാദ് കൊടുത്തിട്ടുള്ള പരാതിയിൽ ലഘുവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പാർട്ടി തന്നെ വിലയിരുത്തിയായിട്ട് പുറത്തു വന്നിട്ടുള്ള അനുസരിച്ച് പാർട്ടിയുടെ PB പോലും വിലയിരുത്തിയതായിട്ട് വാർത്ത വന്നിട്ടുള്ള അനുസരിച്ചിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു കാര്യം എങ്ങനെ കോടതിയിൽ ഒരു രേഖയായിട്ട് എത്തി? PBയുടെ ഇപ്പം ഇവിടെ അനിൽകുമാർ പറഞ്ഞതനുസരിച്ചിട്ട് ജനറൽ സെക്രട്ടറിയുടെ പേരിൽ കൊടുത്തിട്ടില്ല, പോട്ടെ. എന്തായാലും PB മെമ്പർക്ക് കൊടുത്തിട്ടുള്ള ഒരു പരാതി, ആ പരാതി എങ്ങനെയാണ് കോടതിയിൽ രേഖയായിട്ട് എത്തുന്നത്? ആ കോടതിയിൽ രേഖയായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം പൊതുരംഗത്തേക്ക് വരികയാണ്. പാർട്ടി നേതാക്കന്മാർക്ക് പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി കൊടുത്തൊരു കാര്യം പൊതുരംഗത്തേക്ക് വരുന്നു. അപ്പോൾ അത് അങ്ങനെ ആരാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നത് സ്വാഭാവികമായ ചോദ്യമാണ്. ഈ പറയുന്ന രൂപത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ് എന്ന ആരോപണം ഉണ്ടാകുമ്പോൾ അതല്ല എന്ന് പറയാനുള്ള ആർജവം അദ്ദേഹത്തിന് ഉണ്ടാവണം. അതാണ് എങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ പ്രതികരിക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ചോദ്യം ചോദിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് തെറ്റാണെന്ന് പറയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ നമ്മളിതൊക്കെ ഈ ജനം മുഴുവൻ ഇത് വാർത്തകൾ കാണുകയും വായിക്കുകയും ചെയ്യുന്നതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലുണ്ടാകുന്ന പല കാര്യങ്ങളും ഇവിടെ രാജു പിന്നാർ പറഞ്ഞ പോലെ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഫിഷറീസ് വകുപ്പിന് കിട്ടേണ്ടിയിരുന്ന അതിന് വേണ്ടിയിട്ട് പിരിച്ച 50 ലക്ഷം രൂപ ഇവിടെ 5 ലക്ഷമായിട്ട് എത്തുന്നു, ബാക്കി 45 ലക്ഷം എവിടെ? എന്നിട്ട് അതിന് പറയുന്ന ന്യായം അങ്ങേക്ക് അറിയാമല്ലോ സാർ. സർക്കാരിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, ശുചിത്വ മിഷൻ വഴിയാണ് ആ കാര്യങ്ങൾ പോയത് എന്നാണ്. സർക്കാർ നഷ്ടമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് ഇതിനു മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദത്തിലാണ്. അതാരാണ് പറഞ്ഞതെന്ന് അങ്ങേക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടി പറഞ്ഞതാണ്. സോളാർ കേസിൽ സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് CPM അത് കേട്ട് മിണ്ടാതിരിക്കുകയാണോ ചെയ്തത്? ഇനി ശുചിത്വ മിഷൻ വഴിയാണ് ഈ 5 ലക്ഷം. വലിയൊരു മിഷൻ രാജേഷ് കൃഷ്ണയ്ക്കുണ്ടായിരുന്നു, അത് അയാൾ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മിഷനായിരുന്നു 45 ലക്ഷം.
അത് ഹവാലയാണോ റിവേഴ്സ് ഹവാലയാണോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത്. ശ്രീ സജീവൻ, തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സർക്കാരിന് നഷ്ടമുണ്ടായില്ല എന്നുള്ളത് പറയുമ്പോൾ പോലും മനസ്സിലാക്കേണ്ടത് ഫിഷറീസ് വകുപ്പിന് വേണ്ടിയിട്ട് പിരിച്ച 50 ലക്ഷം, ആ 50 ലക്ഷത്തിൽ 45 ലക്ഷം പോയി എന്ന് വെച്ചാൽ കിട്ടേണ്ട കാശ് അത് അടിച്ചു മാറ്റുന്നു. ഇപ്പം എൻ്റെ പേര് പറഞ്ഞിട്ട് വേറൊരാൾ കാശ് പിരിച്ചിട്ട് അത് അദ്ദേഹം വിഴുങ്ങുന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് സ്വാഭാവികം. ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുക എന്ന് പറയുന്നത് അതാണ് ജനങ്ങൾക്കിടയിൽ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാകുന്ന രൂപത്തിൽ പ്രതികരിക്കണം. ഇവിടെ ഈ ഷർഷാദ് കൊടുത്തിട്ടുള്ള പരാതി, ആ പരാതി രഹസ്യമായിട്ടാണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കൊടുത്തിട്ടുള്ള പരാതി പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്തിട്ട് അത് തള്ളിക്കളഞ്ഞാൽ പോലും നമുക്ക് പ്രശ്നമില്ല. ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം പോലും വരുന്നില്ലല്ലോ. ഷർഷാദിൻ്റെ പരാതിയെല്ലാം തെറ്റാണ്, അത് ബേസ്ലെസ് ആണ് എന്ന് പറഞ്ഞ് ഇത് 1-2 കൊല്ലം മുമ്പല്ലല്ലോ കൊടുത്തിട്ടുള്ളത്, 2022-ലല്ലേ. അപ്പോൾ അന്ന് തള്ളിക്കളഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടത് മനസ്സിലാക്കാം. അതിന് പകരം അത് തള്ളിക്കളഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ പരാതി ആർക്കെതിരെ ആണോ ഉള്ളത് ആ ആൾക്കെതിരെ പലപ്പോഴും താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നടപടി ഉണ്ടാവുന്നുണ്ട്. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിക്കുന്നില്ല, ലോക കേരള സഭയിൽ പങ്കെടുപ്പിക്കുന്നില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഈ പറയുന്ന പരാതിയിൽ എന്തോ കഴമ്പുണ്ട് എന്ന് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ ഇവിടെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ സജി ചെറിയാൻ പറയുന്ന പോലെ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർ പറയുന്ന പോലെയൊക്കെ ഇതിനെ പൂർണ്ണമായിട്ട് ലാഘവത്തോട് കൂടിയിട്ട് തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ പണം പിരിച്ച പ്രശ്നമുണ്ട്, പണം ചില ആൾക്ക് കൊടുത്തു, അത് നമുക്കറിയില്ല. മന്ത്രിമാർക്ക് കൊടുത്തിട്ടുണ്ടോ, മുൻ മന്ത്രിമാർക്ക് കൊടുത്തിട്ടൊക്കെ ആരോപണങ്ങൾ, ഈ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പോലീസിനൊന്നും കൊടുക്കണമെന്നില്ല, പാർട്ടിയെങ്കിലും അന്വേഷിച്ചിട്ട് ഇത് പറയുന്ന മുഴുവൻ തെറ്റാണ് എന്നെങ്കിലും കണ്ടെത്തണ്ടേ. അതിന് പകരം സ്വാഭാവികമായിട്ട് ഒറ്റയടിക്ക് എന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കുക, മറ്റുള്ള ആളുകൾ പറയുന്നതൊന്നും ശരിയല്ല എന്ന് പറയാം, അതങ്ങനെ ഒരു പറച്ചിൽ കൊണ്ട് തീർക്കാവുന്ന കാര്യമല്ല. എന്ന് മാത്രമല്ല, അങ്ങനെ പാർട്ടി കൃത്യമായി പൊതുസമൂഹത്തെ ധരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിച്ച എത്രയോ വിവാദങ്ങളുണ്ട്. ഇപ്പോൾ മസാല ബോണ്ട് വിവാദമാണ് ഇപ്പോൾ വരുന്നെങ്കിൽ മുമ്പത്തെ ബോണ്ട് വിവാദം അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, ദേശാഭിമാനി ബോണ്ട് വിവാദമാണ് അല്ലേ. ഒരു വലിയ ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് ബോണ്ട് വാങ്ങി 2 കോടിയുടെ അല്ലേ ശ്രീ സജീവൻ. EP ജയരാജൻ അത് വാങ്ങി എന്ന് പറയുന്ന വലിയ വിമർശനമുണ്ടായി. അതിനുശേഷം കാരാട്ട് എന്താണ് പറഞ്ഞത്? ആ പണം തിരികെ കൊടുത്തു. ദേശാഭിമാനിയിൽ ഈ അദ്ദേഹത്തിൻ്റെ എല്ലാ വാരവും എഴുതുന്ന കോളത്തിൽ അദ്ദേഹം അത് പറയുകയും ചെയ്തു, ഞങ്ങളത് തിരികെ കൊടുത്തു. കേരളം അത് കേട്ടില്ലേ? അപ്പോൾ പൊതുസമൂഹമുണ്ട്, ഉയരുന്ന ചോദ്യങ്ങളുണ്ട്, അതിന് മറുപടി പറയുക എന്ന ഉത്തരവാദിത്വമുണ്ട്. അവിടെ കോടിയേരി മാതൃകയാണ്, കാരാട്ട് മാതൃകയാണ്. അത് ബേബിക്കും MV ഗോവിന്ദനുമുള്ള ഓർമ്മപ്പെടുത്തലുമാണ്. മൗനി ഗോവിന്ദൻ ബാബയോ എന്ന സ്പെഷ്യൽ എഡിഷൻ ചർച്ച തുടരുകയാണ്. ശ്രീ അനിൽകുമാർ, 9 മിനിറ്റാണുള്ളത്, അലമ്പാക്കരുത്. ശ്രീ അനിൽകുമാർ, ഇവിടെ ശ്രീ സജീവനും ഈ കാര്യങ്ങൾ പറയുകയുണ്ടായി, അങ്ങേക്കതിന് പ്രതികരിക്കാം. കൂടാതെ ഒരു കാര്യം കൂടി, ഇവിടെ ഈ പാർട്ടിക്ക് ഇത് പരാതിയായിട്ട് വന്നു, ഇപ്പോൾ അത് കോടതിയുടെ മുൻപാകെയും നിൽക്കുകയാണ്. പക്ഷേ ഈ പരാതിക്കാരൻ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പത്തനംതിട്ട SP ഒരു പരാതി കൊടുത്തു എന്ന്, കൂടാതെ DGPക്ക് പരാതി കൊടുത്തു എന്ന്. അതേ സമയത്ത് തന്നെയാണ് ഇദ്ദേഹം ഈ ആദായ നികുതി വകുപ്പിനും പരാതി കൊടുത്തത്. ആദായ നികുതി വകുപ്പിനോട് അദ്ദേഹം പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ ആ ഫയൽ ഓപ്പണാണ്, ആ കേസ് സജീവമാണ് എന്ന് പറഞ്ഞു. ഒരു FIR പോലും എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും വലിയൊരു തട്ടിപ്പ് വീരനാണ്, ഈ പാർട്ടി അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്ന, സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരാളാണ് ഇയാൾ എങ്കിൽ ഈ പറയുന്ന ഇയാൾ തന്നെ മുന്നോട്ട് വെച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കാതിരുന്നത് എന്തുകൊണ്ട്? രണ്ടിനുമുള്ള മറുപടി. ആദ്യം ഈ ചർച്ച അലമ്പാക്കരുത് എന്നുള്ള ഒരു വാചകം പിൻവലിച്ചാൽ മാത്രമേ ഞാൻ ചർച്ച തുടരുള്ളൂ. ശരി, ചർച്ച അലമ്പാക്കരുത് എന്ന വാചകം പിൻവലിക്കുന്നു. സംസാരിക്കാൻ സൗകര്യപ്പെടുകയില്ല. ശരി, പറഞ്ഞോളൂ. ഒന്ന്, ഇപ്പം ഈ ചർച്ച നടന്നിട്ടൊന്നും സജീവന് പോലും കാര്യം മനസ്സിലായിട്ടില്ല. ചർച്ച പങ്കെടുക്കുന്ന ഒരാൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല, പിന്നെ നിങ്ങളുടെ ചർച്ചയുടെ ഗുണം എന്താ വേണു? പ്രേക്ഷകരവിടെ നിൽക്കട്ടെ. സജീവന് മനസ്സിലായിട്ടില്ല എന്താ അദ്ദേഹത്തിൻ്റെ പരാതി. ഒരു പരാതിയും ശ്യാംജിത്ത് എന്ന് പറഞ്ഞ ആൾ ചോർത്തിയോ ഇല്ലയോ എന്നാ ചോദ്യം. അതിന് ഗോവിന്ദൻ മാഷ് മറുപടി പറഞ്ഞില്ലെന്ന അദ്ദേഹത്തിൻ്റെ പരാതി. ശ്യാം പരാതി ചോർത്തിയോ? എന്താണ് ബഹുമാനപ്പെട്ട സജീവൻ സാറേ, 6 മാസം മുമ്പ് ഈ പരാതി ഇദ്ദേഹം തന്നെ ഇൻസ്റ്റായി പോസ്റ്റ് ചെയ്തു. സജീവൻ സാർ അത് കേട്ടോ? ആ പരാതിയുടെ പകർപ്പ് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ സമീപിക്കണമെന്ന് ഇൻസ്റ്റയിൽ അദ്ദേഹം പരസ്യം കൊടുത്തു. നിങ്ങൾ കേട്ടോ? അതനുസരിച്ച് എൻ്റെ കയ്യിൽ പരാതി കിട്ടി. ഇന്ന് 24 ചാനലിലൊരു മാധ്യമപ്രവർത്തകൻ പറയുന്നു, നിങ്ങൾ കേട്ടോ? ആ പരാതിയുടെ ഉള്ളടക്കം വെച്ച് മറുനാടൻ മലയാളി 3 എപ്പിസോഡായിട്ട് ഈ സാധനം ഇറക്കിയത് നിങ്ങൾ കേട്ടോ? ഇതൊന്നും കേൾക്കാത്ത ആളാണോ സജീവൻ മാഷ്? എന്നിട്ട് ഈ പരാതി ഇത്രയും കോലാഹലമെല്ലാം നടത്തിയ സാധനം ഗോവിന്ദൻ മാഷയുടെ മകൻ ചോർത്തി എന്നാണ് മാതൃഭൂമിയുടെ വാർത്ത. അത് വെച്ചിട്ടാണ് ഗോവിന്ദൻ മാഷയെ ആക്രമിക്കുന്നത്.
വേറെ എന്നാ ഗോവിന്ദൻ മാഷിനെക്കുറിച്ച് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്? അപ്പോൾ ആ പരാതി പണ്ടേ തന്നെ ലോകത്തെല്ലാം പറന്നു കിടക്കുന്ന പരാതി, ഗോവിന്ദൻ മാഷിയുടെ മകൻ ചോർത്തി എന്നൊരു പരാതിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപത്തിന് ഗോവിന്ദൻ മാഷ് മറുപടി പറയാൻ സൗകര്യപ്പെടുകയല്ലേ? നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ നിങ്ങൾക്കുള്ള മറുപടി പറയേണ്ട കാര്യം എന്താ? നിങ്ങൾക്കിത് മനസ്സിലാവൂലേ? ഇതാ ആ സുപ്രീം ഹൈക്കോടതിയിലെ കേസ് എന്താ? അതിന്റെ രണ്ടാമത്തെ ഡോക്യുമെന്റ് എന്താ? ഇത് സൗകര്യപ്പെടാത്ത ഒരു കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ശ്രേൽകുമാർ ഈ മാനനഷ്ട കേസ് അദ്ദേഹത്തെ ബാധിക്കാത്ത, അദ്ദേഹത്തിന് മറുപടി പറയാൻ ബാധ്യതയില്ലാത്തൊരു കാര്യമാണെങ്കിൽ എന്തിനാ മാനനഷ്ട കേസ്? ആർക്കെതിരെ? എം വി ഗോവിന്ദന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മാനനഷ്ട കേസ് ആർക്കെതിരെ? ഷർഷാദിനെതിരെ. അയാൾ മാധ്യമങ്ങളോട് പറഞ്ഞതിന് മാപ്പ് പറയിക്കും. അല്ലെങ്കിൽ അല്ല ശ്രേൽകുമാർ, അല്ല ഒരു സെക്കൻഡ്, ഷർഷാദ് മാധ്യമങ്ങളോട് പറഞ്ഞത് എം വി ഗോവിന്ദനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അപമാനകരമായി തോന്നുന്നു. അങ്ങനെ പിന്നെ മാധ്യമ മുഖാന്തരം തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചുകൂടെ? അത് ചെയ്യുകയുമില്ല. ഇതെന്ത് വാദമാണ്? ഇതെന്ത് വാദമാണ്? പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. അത് ഞങ്ങൾ തീർത്തോളാം. രണ്ട്, ഇനി പറയാം. ബഹുമാനപ്പെട്ട സജീവ് മാഷോട് ഞാനൊരു കാര്യം ചോദിക്കുക. UK 50 ലക്ഷം രൂപ പിരിച്ചതിൻ്റെ എന്ത് തെളിവാണ് സജീവ് മാഷുടെ ഉള്ളത്? നിങ്ങൾ പറഞ്ഞു പിരിച്ചോ ഇല്ലയോ? എവിടുന്ന് പിരിച്ചെന്നാ പറഞ്ഞു? 5 ലക്ഷം കിട്ടിയോ? ആരുടെ പിരിച്ചെന്നാ പറഞ്ഞു? 5 ലക്ഷം കിട്ടിയോ? പിരിച്ചു എന്ന് കേട്ടറിവുണ്ടെന്ന് അയാൾ പറഞ്ഞു. 5 ലക്ഷം കിട്ടിയോ? അത് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുകയായിരുന്നോ? 5 ലക്ഷം കിട്ടിയോ? അത് പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുകയായിരുന്നോ? അങ്ങനെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാനുള്ള കാര്യം എന്തായിരുന്നു? ബുദ്ധിയോട് ചോദിക്കുക, എന്നോടാ ചോദിക്കേണ്ടത്. വേണു, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. മേഴ്സിക്കുട്ടിയമ്മയാണ് പറഞ്ഞത്. വേണു അലമ്പാക്കരുത് ചർച്ച. വേണു ചർച്ച അലമ്പാക്കരുത്. വേണു ചർച്ച അലമ്പാക്കരുത്. അടുത്തത് ഒരു 45 ലക്ഷം നിങ്ങൾ 7 തവണ പറഞ്ഞല്ലോ. റിവേഴ്സ് ഹവാല ആരുടെ നിന്ന് പിരിച്ചു എന്നാ പറഞ്ഞേ? ആ കണക്കൊന്ന് വെച്ചേ. ഞാൻ മീഡിയ വണ്ണിനെ വെല്ലുവിളിക്കുക. ശ്രേൽകുമാർ, മാധ്യമങ്ങളും ഷർഷാദും ഒന്നുമല്ല അന്വേഷണ ഏജൻസികൾ. നിങ്ങളുടെ DGP എന്ത് ചെയ്യുകയായിരുന്നു? നിങ്ങളുടെ പത്തനംതിട്ട SP എന്ത് ചെയ്യായിരുന്നു? ഈ പരാതി അന്വേഷിക്കാൻ സൗകര്യമില്ലെന്നായിരിക്കും മറുപടി. അന്വേഷിക്കാൻ സൗകര്യമില്ലെന്നായിരിക്കും മറുപടി. നിങ്ങൾ വിളമ്പിയ സാധനം ഇത്. ഈ DGPക്ക് കൊടുത്ത പരാതിയിൽ അന്വേഷണം എന്തായി? പത്തനംതിട്ട SPക്ക് പരാതി കൊടുത്തതിൽ അന്വേഷണം എന്തായി? നിങ്ങളുടെ പത്തനംതിട്ടയിൽ തന്നെ, അല്ല ഒരു സെക്കൻഡ്, ഈ ഷർഷാദ് ഏത് പരാതി? ഈ ഷർഷാദ് പറയുന്ന ഓരോ ഘട്ടത്തിലെയും പരാതി, പത്തനംതിട്ട SPക്ക് കൊടുത്ത പരാതി, DGPക്ക് കൊടുത്ത പരാതി, അതിന് അയാളുടെ ശിക്ഷിച്ചല്ലോ. 3 കോടതി ശിക്ഷിച്ചില്ലേ? അത് വേറെ കേസ്. അതിനല്ലേ 3 കോടതി അയാളെ ശിക്ഷിച്ചത്? അത് വേറെ ഭാര്യയായിട്ടുള്ള കേസിൽ 3 കോടതി. അത് വേറെ കേസാണ്. 3 കോടതി ശിക്ഷിച്ചെന്ന്. അതിന് 3 കോടതി. അത് വേറെ കേസാണ്. 2023 ജൂലൈയിൽ DGPക്ക് പരാതി നൽകിയ കേസ് എന്താ? 2023 ജൂലൈയിൽ DGPക്ക് നൽകിയ പരാതിയിൽ എന്തായി? അതാണ് കേസ്. കേസപ്പാ. നിങ്ങൾ ഇന്നലകളിലെല്ലാം അയാൾ പറഞ്ഞു കിടക്കണ കേട്ടില്ലേ? അയാൾ ഇന്നലകളിൽ പറഞ്ഞു കിടക്കുന്ന കേട്ടില്ല. അയാൾ നാട് വിട്ടു പോയി കേട്ടാ. അയാൾ കേരളത്തിൽ നിന്ന് പോയി. ഇന്ന് നാട് വിട്ടു. ഇതൊന്നുമല്ല ഉത്തരം പറയുക. അല്ല ശരി, അങ്ങ് പറഞ്ഞല്ലോ. ശരി ശ്രീ അനിൽകുമാർ, ശ്രീ രാജു പറയാൻ ആഗ്രഹിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഈ രാജീവ് പി നായരെ കൊണ്ടാണെങ്കിലും മറ്റുള്ളവരെ കൊണ്ടാണെങ്കിലും എന്തും പറയിപ്പിക്കാമെന്ന് കരുതി ഇറങ്ങിത്തിരിക്കരുത്. മാർക്സിസ്റ്റ് പാർട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടി കാര്യമായിട്ട് അങ്ങ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. ശരി, ഒരു സെക്കൻഡ് ശ്രേൽകുമാർ, ഇനി അങ്ങ് സഹകരിക്കണം. ശരി ശ്രേൽകുമാർ, ഇനി അങ്ങ് സഹകരിക്കണം. ശ്രീ രാജു പി നായർ. ശരി, ശ്രീ രാജു പി നായർ. ഈ DGPക്ക് കൊടുത്ത പരാതിയുടെ കാര്യത്തിൽ മറുപടി ഇല്ല. ശരി അനിൽകുമാർ, അങ്ങ് പറഞ്ഞത് കേട്ടു. ശ്രീ രാജു പി നായർ. ശരി, ശ്രീ രാജു പി നായർ. മറുപടി. അനിൽകുമാർ മതി. അല്ല, പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ആൾ സംസാരിക്കട്ടെ. ശ്രീ രാജു പി നായർ, പ്രതികരണം. അല്ല വേണു, ഇവിടെ ഇദ്ദേഹം എന്താ വിഡ്ഢി എന്ന് വിളിച്ചത് ആരെയാണെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ ഇനി അദ്ദേഹത്തിൻ്റെ നേതാവിനെയാണോ മുൻ മന്ത്രിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റിൽ പുറത്തു നിന്നുള്ള ഒരു NGO അങ്ങനെ ഒന്നുമില്ലാതെ വെറുതെ കൊണ്ട് 5 ലക്ഷം കൊടുക്കുകയാണോ? ഒരു പുറത്തു നിന്നുള്ളൊരു വിദേശ നാണയ ചട്ടങ്ങൾ ഉൾപ്പെടെ ഉള്ളത്, വിനിമയ ചട്ടങ്ങൾ ഉൾപ്പെടെ സംരക്ഷിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു ഡീല് സംസ്ഥാന സർക്കാർ ചെയ്യുമ്പോൾ ആ NGOയുടെ പ്രതിനിധികളായിട്ട് ഒരു കരാറെങ്കിലും ഒപ്പിടാതാണോ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അനിൽകുമാർ അതാണ് പറയുന്നതെങ്കിൽ ഈ സംസ്ഥാനത്ത് എന്താ നടക്കുന്നതെന്നുള്ളത് ഗുരുതരമായി ചിന്തിക്കുന്നു. ഒറ്റ കാര്യം കൂടി, CPMന്റെ ബ്രിട്ടൻ ഘടകമായ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിന്റെ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഈ രാജേഷ് കൃഷ്ണ. ഇയാളുടെ ഈ കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം ഉണ്ടല്ലോ, അത് ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങൾ നിരോധിച്ചിരിക്കുകയാണ്, കർണാടകവും തമിഴ്നാടും. ഈ പാർട്ടിക്ക് മറുപടി ഉണ്ടോ? ഈ പാർട്ടി അംഗമാണെന്നല്ലേ ഈ വിദ്വാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പാർട്ടിക്ക് മറുപടി ഉണ്ടോ?
അതെ, അല്ല അതാണ് ചോദ്യം. ആ പറയുന്ന പേപ്പർ കമ്പനിയിൽ നിന്ന് ഈ പണം മുഴുവൻ നേതാക്കന്മാർക്ക് കിട്ടിയതാണ്. അനിൽകുമാർ ഇത്രയും നേരം ഇവിടുന്ന് മെഴുകിയല്ലോ. ഒരു പ്രാവശ്യം പറഞ്ഞോ ഞങ്ങളുടെ ഒരൊറ്റ നേതാവിന് പണം കിട്ടി എന്നുള്ളത് ഞങ്ങൾ നിഷേധിക്കുന്നു, അതുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ ഈ രാജേഷ് കൃഷ്ണ കൊടുക്കട്ടെ അല്ലെങ്കിൽ ഈ ഷർഷാദ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞോ? ഒരൊറ്റ വാക്ക് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. ഈ 3 ദിവസമായിട്ട് ഇവർ പറയുന്ന ആരെങ്കിലും ഈ പണം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആകെ കൂടി പരാതി കൊടുക്കുന്ന ഞാൻ പറയട്ടെ, അനിൽകുമാർ വെറുതെ കോമാളിയായി മാറില്ലേ? ഒരു ചർച്ച നടക്കുമ്പോൾ കോമാളിയായി മാറില്ലേ? എനിക്ക് അങ്ങനെ സ്നേഹമുണ്ട്, നമ്മളൊക്കെ സ്ഥിരം ചർച്ച ചെയ്യുന്നവരാണല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങയോട് പ്രായത്തിൽ കുറവാണെങ്കിലും അങ്ങയോട് പറയുകയാണ്, കോമാളിയായി മാറരുത്. നമ്മള് നാട്ടിൽ നടക്കുന്ന ഇന്നത്തെ ഒരു വിഷയത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കൂ, അപ്പൊ ഇത്രയും വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് സർക്കാരിന് തന്നെ ബോധ്യപ്പെടുന്ന കാര്യത്തിൽ ഒരു പരാതി ഉണ്ടായിട്ട് ആ പരാതി ചർച്ച ചെയ്യപ്പെടേണ്ട ഏത് ഘടകമാണ്? വേണു ഒന്ന് ആലോചിച്ച് നോക്കണം, ഏത് ഘടകമാണ്? പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് ഈ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയാണ്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ വന്ന പരാതിയാണ്. ആ പരാതി ഘടകത്തിലേക്ക് അയച്ചു കൊടുത്തുള്ളത് നിൽക്കട്ടെ. പോളിറ്റ് ബ്യൂറോ അംഗമാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള നിയമന വിരുദ്ധ പരിപാടികൾ നടക്കുന്നു എന്നറിഞ്ഞിട്ട് ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗോവിന്ദന്റെ മകനെ സംരക്ഷിക്കുകയാണ്. ഈ പറയുന്ന രാജേഷ് കൃഷ്ണനെ സംരക്ഷിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഇന്നൊരു മാധ്യമം എഴുതിയത് കോടിയേരിയുടെ മക്കൾ, അതുപോലെ തന്നെ പിണറായിയുടെ മകളുമായി ബന്ധപ്പെട്ട ബിസിനസ്, അതുപോലെ ഇപിയുടെ മകനും കുടുംബവുമായി ബന്ധപ്പെട്ട ബിസിനസ്, ഇതെല്ലാം ഈ പാർട്ടിയുടെ പേര് പറഞ്ഞ് അതിന്റെ മറവിൽ നടക്കുന്നു എന്നൊരു മാധ്യമം എഴുതിയതാണ്. ഈ മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും ഒക്കെ ഉദ്ധരിച്ച ശ്രീ കെ അനിൽകുമാർ അത് വായിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് അങ്ങയുടെ സ്വാതന്ത്ര്യം. എന്തായാലും അങ്ങനെയും മാധ്യമ റിപ്പോർട്ടുകൾ ഇന്നും ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ആവർത്തിക്കുന്നു, MV ഗോവിന്ദൻ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിയുടെ പദവികളിലിരിക്കുന്ന, സർക്കാരിൽ പദവികൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണമുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനെതിരെയും ഉയർന്നിരിക്കുന്ന ആരോപണമുണ്ട്. രണ്ടിനും മറുപടി പറയണം, പറഞ്ഞേ തീരൂ. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സ്പെഷ്യൽ എഡിഷനിൽ ഒരു ഇടവേള കൂടി.